ഹലോ, അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കണ്ടാലോ. ഇന്ന് പച്ചക്കായ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ പച്ചക്കായുടെ തൊലി മെല്ലനൊന്ന് ചെത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കറിയൊന്ന് കളയാൻ മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അങ്ങനെ വെക്കാം. അതിനുശേഷം അതൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് സവാളയും പിന്നെ അതേപോലെ തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർക്കണേ. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ടിട്ട് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം. അപ്പം നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചീര ഇതുപോലെ കട്ട് ചെയ്ത് തേങ്ങയും ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വേപ്പിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം മീനൊക്കെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് നല്ല വരയൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. സമയം കുറച്ചും കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പം മീനൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് സവാളയും കുറച്ചധികം തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് വരട്ടി എടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് ഒന്ന് കുറുക്കി എടുത്തപ്പോഴേക്കും മീൻ വറ്റിച്ചത് റെഡിയായി. അങ്ങനെ മീൻകറി വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി. അപ്പം ചൂട് ചോറിലേക്ക് പച്ചക്കായ് വരട്ടിയതും പിന്നെ മത്തി വറ്റിച്ചെടുത്തതും പിന്നെ ഇത്തിരി ചീരത്തോരനും പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് അലങ്കാരത്തിന് നല്ല മാങ്ങ അച്ചാറും.